ആത്മികവും ഭൗതികവുമായി നമുക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, ഈ നഷ്ടമായി പോയത് എങ്ങനെ നമുക്ക് തിരികെ പ്രാപിക്കാൻ പറ്റും? ഈ വിഷയത്തെ ആധാരമാക്കി ഞാനൊരു സന്ദേശം ചില ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ആ സന്ദേശം അനുഗ്രഹമായി എന്നറിഞ്ഞു. ഇപ്പോഴും ധാരാളം ആളുകൾ ആ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ആ ദൂത് പറഞ്ഞത്. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്താൽ നഷ്ടമായത് നമുക്ക് തിരികെ പ്രാപിക്കാൻ പറ്റും. 1. നഷ്ടത്തെ കാണണം. 2. നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ വിലപിക്കണം. 3. നഷ്ടത്തിന് പിന്നിലെ നമ്മുടെ ഉത്തരവാദിത്വം നാം സമ്മതിക്കണം. 4. ദൈവസന്നിധിയിൽ ധൈര്യപ്പെടണം. 5. ദൈവത്തോട് ആലോചന ചോദിക്കണം. 6. ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി പോരാടുവാൻ നമ്മുടെ കൂടെ ആളെ കൂട്ടണം. 7. നഷ്ടമായത് ലഭിക്കുന്നതുവരെ പോരാടണം. ഈ സന്ദേശം എല്ലാവരും കാണുക.